നമ്മുടെ രാജ്യത്ത് ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്ക് പരിശോധിച്ചാൽ അതിൽ 72% വിവാഹിതരായ പുരുഷന്മാരാണ്. കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതയും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെയാകും കാരണങ്ങൾ. എന്നാൽ ഒരാൺ ആത്മഹത്യ ചെയ്താൽ ഭാര്യമാർക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാവുക? ആത്മഹത്യാക്കുറിപ്പിൽ പേരുണ്ടെങ്കിൽ പോലും നിയമത്തിന്റെ പഴുതുകൾ എപ്പോഴും പെണ്ണിന് അനുകൂലമായിരിക്കും. തിരുവനന്തപുരത്ത് പ്രദീപ് എന്ന യുവാവ് ജീവനൊടുക്കിയ കേസ് ഒന്ന് പരിശോധിക്കാം. ഭാര്യയുടെ വഴിവിട്ട ജീവിതവും ധൂർത്തും ഒറ്റപ്പെടലുമാണ് അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ആ കേസിൽ പ്രദീപിന്റെ ഭാര്യ പ്രതിക്കൂട്ടിലാകുമോ? ഞാന് മരിക്കുകയാണ്. കാരണം ഞാൻ മരിക്കാൻ കാരണം പറഞ്ഞ പ്രശാന്തിയില് MR 289 കുന്നിൻ മോള് തച്ചോട്ടുകാവ് എന്ന അഡ്രസ്സിൽ താമസിക്കുന്ന ഞാൻ കല്യാണം കഴിച്ച പ്രിയയും അവളുടെ അമ്മ പ്രസന്നയുമാണ്. മരിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല, പേടിയാണ് മരിക്കാൻ. പക്ഷേ മറ്റു നിവൃത്തിയില്ല. കഴിഞ്ഞ ദിവസം രാത്രി മരണത്തിന് തൊട്ടു മുൻപ് പ്രദീപ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലെ വാചകങ്ങളാണിത്. വീടിന്റെ കാർ പോർച്ചിലെ സീലിംഗ് ഹുക്കിലാണ് 44-കാരനായ പ്രദീപിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 8 വർഷമായി തച്ചോട്ടുകാവ് ജംഗ്ഷന് സമീപം ഹോട്ടൽ നടത്തി വരികയായിരുന്നു പ്രദീപ്. മരണത്തിന് കാരണം രണ്ടാം ഭാര്യയും അവരുടെ അമ്മയുമാണെന്ന് വീഡിയോയിൽ പറയുന്നു. ഹോട്ടലിന് എതിർവശം പെയിന്റിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്ന ആൾക്കെതിരെയും പരാമർശമുണ്ട്. രണ്ടാം ഭാര്യയുടെ അമ്മയാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും പ്രദീപ് ആരോപിക്കുന്നു. അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നിരിഷ്ടമായ ഒരു സ്ത്രീ ഈ ഭൂമിയിൽ ഉണ്ടാവൂല. എന്നായാലും അവര് നല്ലതുപോലെ അനുഭവിക്കും. എന്നെ പോലൊരു മോൻ അവർക്കുണ്ടല്ലോ. എന്നെ പോലൊരു മോനല്ലേ അവർക്കുള്ള പ്രശാന്ത്. അവരതുപോലെ ചിന്തിച്ചില്ലല്ലോ. ഇവിടുത്തെ പട്ടിയെക്കാളും നിരിഷ്ടമായിട്ട് കാണുകയും എന്നെ വളരെ മോശമായിട്ട്, അതായത് ഒരു വിലയില്ല. ആദ്യ വിവാഹ ബന്ധം പിരിഞ്ഞതിനു ശേഷം കുറച്ചുനാൾ മുൻപാണ് ഇയാൾ തച്ചോട്ടുകാവ് സ്വദേശിനിയെ വിവാഹം കഴിച്ചത്. ഇവർക്കും ആദ്യ വിവാഹത്തിലെ മകൾക്കുമൊപ്പമാണ് പ്രദീപ് താമസിച്ചിരുന്നത്. അപകടത്തിൽപ്പെട്ട് കാലൊടിഞ്ഞ് കഴിഞ്ഞ 1.5 മാസമായി പ്രദീപ് ചികിത്സയിലായിരുന്നു. ഈ സമയം ഭാര്യ ഒരു തരത്തിലും സഹായിച്ചില്ലെന്ന് വീഡിയോയിലുണ്ട്. അടുത്തിടെയായി തനിച്ചായിരുന്നു താമസം. പ്രദീപിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ തച്ചോട്ട് എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറന്റിലാണ് നമ്മളുള്ളത്. ചേട്ടാ, ഇന്നലെ ഇതിന്റെ ഉടമസ്ഥനും ഒരു യുവാവുമായിട്ടുള്ള ഈ പ്രദീപ് ഒരു വീഡിയോ ഒക്കെ തയ്യാറാക്കി വെളുപ്പാങ്കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ജീവൻ ഒടുക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് നമ്മളത് മനസ്സിലാക്കുന്നത്? എങ്ങനെയായിരുന്നു അദ്ദേഹം ഇത്രത്തോളം ഒരു കടബാധ്യതയിലേക്കും ഒരു ഡിപ്രഷനിലേക്കും പോയത്? എന്താണ് മനസ്സിലാവുന്നത്? എന്നിട്ട് ഞാൻ ഉത്തരം പറയാനാണ് താങ്കൾ ചോദിക്കുന്നത്. ഈ പ്രദീപ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു 7-8 വർഷത്തിന് മുമ്പാണ് ഇവിടെ വന്ന് സ്ഥാപനമൊക്കെ തുടങ്ങുന്നത്. വളരെ നല്ല വ്യക്തിയായിരുന്നു, എല്ലാം നല്ല കാര്യമായിരുന്നു. ഇപ്പോൾ ഇത്തിരി ഫാമിലി മാറ്റേഴ്സും പിന്നെ ഇത്തിരി സാമ്പത്തിക ഫിനാൻഷ്യൽ ക്രൈസിസും ഒക്കെ കൊണ്ട് ആണ് അദ്ദേഹം ഇപ്പം ഇങ്ങനെ വീഡിയോയിൽ പരാമർശിക്കുന്ന രീതിയിൽ അത്രത്തോളം ഒരു സാമ്പത്തിക ബാധ്യത ഉള്ള ആളാണ് തന്നെയാണല്ലേ പ്രദീപ്? കടമെന്ന് പറയുന്നത് ഏകദേശം അത്രത്തോളം വരണം ഉണ്ട്. പിന്നെ ഫാമിലി പ്രോബ്ലം കാര്യമായിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം വീഡിയോ. ഇല്ല, ഫാമിലി പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഇപ്പോൾ ഒരു കഴിഞ്ഞ ഈ ഫെബ്രുവരി 2 കഴിഞ്ഞ ഫെബ്രുവരി 2 ഒരു കുട്ടിയെ വിവാഹം കഴിച്ചിരുന്നു. ഇയാളുടെ അടുത്ത 2ാം മാരേജ് ആയിരുന്നു. ആ കുട്ടിയുടെയും അങ്ങനത്തെ മാരേജ് ആയിരുന്നു. പിന്നെ അവര് തമ്മിൽ വിവാഹം കഴിഞ്ഞതാണോ? ഇദ്ദേഹമായിട്ട് വിവാഹം കഴിഞ്ഞോ? രണ്ടാമത് വിവാഹം കഴിഞ്ഞു. അതിന്റെ നിയമപരമായ രേഖകളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷെ വിവാഹമായിട്ട് തന്നെ കഴിഞ്ഞായിരുന്നു. ക്ഷേത്രത്തിലൊക്കെ വെച്ചിട്ട് ഒരു വിവാഹം കഴിഞ്ഞതായിരുന്നു. അതാണ് സംഭവിച്ചത്. ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആ കുട്ടിക്ക് ആദ്യത്തെ വിവാഹത്തിലൊരു കുഞ്ഞുണ്ട്. അല്ലാതെ ഇപ്പൊ രണ്ടാമത് ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ ആ വീഡിയോയിൽ പരാമർശിക്കുന്ന എന്ന് പറയുമ്പോഴേക്ക് ഒരു മറ്റൊരു ഫ്രണ്ടിനെ കുറിച്ചും അയാളുമായിട്ട് കറങ്ങുന്നതിലുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാമോ? നമുക്കറിയാമോ എന്ന് കേട്ടാൽ അറിയാമോ അറിയില്ലേ എന്ന് കേട്ടാൽ അതിലൊക്കെ കുറച്ച് വാസ്തവം ഉണ്ടായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ നേരിട്ട് നമ്മളായിരിക്കും നമുക്കറിയില്ല. നമുക്ക് അതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. പക്ഷെ അതിനെക്കുറിച്ച് ഉണ്ടെന്നൊക്കെയാണ് ഞാൻ എങ്ങനെയാ പറയുക. ഇവിടെ ഇപ്പൊ എന്താണ് അവസ്ഥ? ഇവിടെ എത്ര സ്റ്റാഫുകളുണ്ട്? ഇവിടെ ഇപ്പൊ അതായത് 21ഓളം സ്റ്റാഫ് ഉണ്ടായിരിക്കുകയും സ്വയം ആർജിതമായി സ്വന്തമായി അയാളുടെ കഴിവുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത്
വിവാഹത്തോടെയാണ് അദ്ദേഹം തകർന്നു പോയത്. സ്വന്തമായിട്ട് കാറ്ററിംഗ് വണ്ടിയൊക്കെ ഉണ്ടല്ലേ? ഇത് മാത്രമല്ല, ഉണ്ടായിരുന്ന അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഇപ്പൊ അടുത്ത ഒരു നല്ല ലക്ഷങ്ങൾ വില കൂടിയ ഒരു കാർ വിൽക്കേണ്ട അവസ്ഥയായിരുന്നു. അതാണ് 6 ലക്ഷം രൂപയ്ക്ക്. അതൊന്നും ഈ കല്യാണം കഴിച്ച കുട്ടിയായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമില്ല. ഇദ്ദേഹത്തിന് 1 CR പുറത്ത് കടമുണ്ട്. പലരും നമ്മുടെ ഇവിടെ മത്സരത്തിൽ നിൽക്കുന്നവർ ഇദ്ദേഹം പണം കൊടുക്കാനുള്ള ആൾക്കാരാണ്. ഈ കാർ പുള്ളിയുടെ ആണോ? ഈ കാറാണ്, ആ വെള്ള വാന് മാത്രം. എന്തായാലും നമുക്ക് നാട്ടുകാരെന്നുള്ള നിലയിൽ ഈ പ്രദീപ് എങ്ങനെയായിരുന്നു? നല്ലൊരു മനുഷ്യൻ. ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ ഗുഡ് പേഴ്സൺ, ജം പേഴ്സൺ, വേറെ ഒന്നുമല്ല. പ്ലീസ്, ഏറ്റവും നല്ല വൺ ഓഫ് ദ ഗുഡ് ജം ഓഫ് പേഴ്സൺ ആണ്. സ്വഭാവത്തിലും എല്ലാ കാര്യത്തിലും നല്ല ആളാണ്. നമ്മളുമായിട്ടൊക്കെ നല്ല പേഴ്സണാണ്. പക്ഷെ അയാൾ ഒരിക്കലും ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇത്രയും ഫ്രണ്ട്സുകളെല്ലാം സഹായം ഉണ്ടായിട്ട് പോലും മാനസികമായിട്ട് തകർന്നു പോയത്. കടം ഒരു വശത്ത് ഫാമിലി മാറ്റേഴ്സ്. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുരുഷന്മാർക്ക് നിൽക്കാൻ പറ്റും. ഫാമിലി സപ്പോർട്ട് നഷ്ടപ്പെടുന്ന പുരുഷന് കടബാധ്യത കൂടി വരുമ്പോ അവന് പിന്നെ ഉണ്ടായിരുന്നു. അയാള് ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് തലേന്ന് പോലും ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ തലേന്ന് പോലും അയാള് നന്നായിരുന്നാണ്. പിന്നെ നേരിട്ട് അറിവില്ലാത്ത കാര്യത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവന് കാലൊക്കെ ആക്സിഡന്റ് ആയി കിടന്ന സമയത്ത് പോലും ഒരു നേരത്തെ വെള്ളം പോലും എടുത്തു കൊടുക്കാൻ പറ്റില്ല. ഒരു ചായ കുടിക്കണമെങ്കിൽ ഈ ഹോട്ടലിൽ നിന്നായിരുന്നു ഇവർ ഇവിടുന്ന് സ്റ്റാഫുകൾ കൊണ്ടുകൊടുത്താണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അയാൾക്ക് ആ വീട് വാങ്ങിച്ചപ്പോഴും അത് ഉണ്ടായിരുന്നത് അവർ പറയുന്നു അവരുടെ പകുതി പൈസ ഉണ്ടെന്ന്. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ആ കുട്ടിയുടെ നന്നായിട്ട് അവരുടെ ഫാമിലിയൊക്കെ അയാളെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു പറയുന്നുണ്ട്. അതൊക്കെ അതിൽ കുറേ കാര്യങ്ങളിൽ സത്യമുണ്ട്. പക്ഷേ അയാളുടെ അവസാന നിമിഷങ്ങളിലൊക്കെ ആയപ്പം അയാൾ വല്ലാതെ ആരുമില്ലാത്ത അവസ്ഥയായിരിക്കും. കടം ഉണ്ട് ഒരു വശത്തൂടെ ഫാമിലി നന്നായിട്ട് പോകുന്നില്ല. ആ ഒരു ഇതെല്ലാം കൊണ്ടുപോയിട്ട് സഹിക്കാന്നുള്ളതിൻ്റെ മാക്സിമം അവസാനം സഹിച്ചിട്ട് അയാളൊരു കടുങ്കൈ ചെയ്തതാണ്. പക്ഷെ അയാളുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് കൺക്ലൂഷൻ പറഞ്ഞുതരാം. ജം ഓഫ് പേഴ്സൺ, നല്ല വ്യക്തിയാണ്, എല്ലാം കൊണ്ടും നല്ല വ്യക്തിയാണ്, എല്ലാം കൊണ്ടും. ഇനി ഈ ഒരു കല്യാണം കഴിച്ചതോടെയാണ് അയാൾ തകർന്നു പോയത്. അല്ലെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ഇതാ നിൽക്കുന്നവരെല്ലാം അയാളുടെ സ്റ്റാഫുകളും കാര്യങ്ങളുമാണ് ഉണ്ട്. എല്ലാവരും നമ്മുടെ ഇദ്ദേഹം 8-9 വർഷമായിട്ട് അങ്ങനെ വയ്ക്കുന്ന ഏറ്റവും മുതിർന്ന ആളാണ് ശശി എന്ന് പറഞ്ഞ ആള് ചോദിക്കുക. താങ്ക്സ്. നമ്മുടെ യുവാക്കളില് അല്ലെന്നുണ്ടെങ്കിൽ ഗ്രഹനാഥന്മാരില് ആത്മഹത്യയിൽ എടുത്തു നോക്കുമ്പോൾ ഏകദേശം 74% കണക്ക് ഈ കുടുംബ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഇവിടെയും പ്രദീപ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന ഒരു താളപ്പിഴയെ കുറിച്ചാണ്. ഇവിടെ ധാരാളം അദ്ദേഹത്തിന്റെ പ്രവർത്തകർ, ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. 10-21ഓളം സ്റ്റാഫുകളുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം. ഞാൻ 7 കൊല്ലം കൊണ്ട് കുക്കാണ്. കാരണം എൻ്റെ സീനിയറിനായിട്ട് അത് പ്രവചേട്ടായി. അതിനുശേഷം ഞാൻ ഇതിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്ക് ഇന്നേ വരെയായിട്ടും ചേട്ടൻ നമുക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്ത ഒരു വ്യക്തിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊരു സ്നേഹമാണ്. കാരണം ഇപ്പോഴും ഒരു കല്യാണത്തിന് ശേഷം മാത്രമാണ് ചേട്ടൻ ഇത്രയും തകർച്ച വന്നത്. അതിനു മുമ്പ് നമ്മൾ എന്ത് വീഴ്ചയിൽ വന്നാലും വീട്ടിൽ പോയി വന്ന് ഒരു എങ്ങനെയെങ്കിലും നല്ലൊരു തുക തന്നിട്ടേ ചേട്ടൻ വന്നിട്ട് പോവുള്ളൂ. ആ രീതിയിലാണ് ചേട്ടൻ ആ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അത്രയും മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഈ കഴിഞ്ഞ 1 മാസമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലായിരുന്നോ? നിങ്ങളോട് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ട്? 3 മാസത്തോളം തകർച്ചയിലാണ്. പിന്നെ ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കാൻ ആളുകളും ഇല്ലായിരുന്നു. ഈ കടയിൽ നിന്ന് ചായ കാപ്പി ഇന്നെ കൊടുക്കും, നമ്മളെന്നെ കൊണ്ട് കൊടുക്കണം. സ്റ്റാഫെല്ലാം 3-4 വാട്ടി പോയി നോക്കണം. ഇങ്ങേറെ പോയി വണ്ടി എടുത്തിട്ട് പോയി കടയിൽ വീട്ടിൽ പോയി ചേട്ടൻ നോക്കിയിട്ട് വരണം. അപ്പൊ ഈ ഭാര്യ എന്ന് പറയുന്ന ആ ആള് എന്തായിരുന്നു കഴിഞ്ഞ 3 മാസമായിട്ട് ഇദ്ദേഹത്തോട്? അത് കല്യാണത്തിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് അത് അത്രത്തോളം സ്നേഹത്തോട് നമ്മൾ ചേട്ടാന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഇന്നൊരു മുതലാളി എന്നല്ല, അല്ലെങ്കിൽ സാറേ എന്നല്ല, നമ്മൾ അത് ചേട്ടാന്നാണ് വിളിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹബന്ധമാണ്. അപ്പോൾ അനിയനും ചേട്ടൻ എന്നുള്ളൊരു ബന്ധമാണ് ഈ സ്റ്റാഫുകളായിട്ട് ബന്ധം. അപ്പൊ അത് അങ്ങനെയാണ് നിലനിന്ന് പോയത്. പക്ഷെ ഈ കല്യാണത്തിന് ശേഷമാണ് പുള്ളി വന്നിട്ട് മാനസികമായിട്ട് തകർന്നത്. ഒത്തിരി പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പകരാൻ പറ്റാത്ത, കാരണം ഒത്തിരി അത് കടബാധ്യത എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും മറ്റേ ഈ കല്യാണത്തിന് വേണ്ടി ചെയ്തത്.
അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. എല്ലാവരും അത് തന്നെയാണ് പറയുക. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് അദ്ദേഹത്തെ കുറിച്ചുള്ളത്. നല്ലൊരാളാണ്, നല്ലൊരു സംരംഭകനായിരുന്നു. അതുകൊണ്ടാണ് 21ഓളം പേർക്ക് കൂടെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ സ്ഥലത്ത് തന്നെ ഉള്ള ആളല്ലേ? അപ്പം ഇദ്ദേഹം ഒറ്റപ്പെട്ട് അവിടെ താമസിക്കുന്ന വിവരവും ഈ ഫാമിലിയിൽ ഒരു സപ്പോർട്ട് ഇല്ലാത്ത വിവരവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകല്ലായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചോ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമെന്ന്? എന്ന് വെച്ചാൽ രാത്രി 10 മണി വരെ എൻ്റെ അടുത്ത് ഫോൺ ചെയ്തതാണ്. രാത്രി 10 മണി വരെ ഞാൻ ഫോൺ ചെയ്തു. ഞാൻ ഈ പുള്ളിയാണ് ഫുഡ് കൊണ്ടുകൊടുക്കുന്നത്. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് പോലും ഇതിന്റെ ഒരു യാതൊരു ഇതുമില്ല. പക്ഷെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ല, കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് അത് രാത്രിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പുള്ളിക്ക് മാനസികമായിട്ട് കടബാധ്യതയോ അങ്ങനെയൊന്നുമല്ല, മാനസിക സമ്മർദ്ദം കൊണ്ടാണ് ഈ കാര്യം ചെയ്തത്. അല്ലാതെ ബാധ്യത എന്ന് പറയുന്നത് ഇത്രയും വലിയ ഹോട്ടലാണ്, അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റ്. തച്ചോട്ട് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അതൊരു ചായക്കടയാണ്. ഇത്രയും വലിയൊരു ഇതിന്റെ മുതലാളിയാണ്. അപ്പൊ പുള്ളി സാമ്പത്തികമായിട്ടുള്ള ബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് എന്താണ് അതിലിപ്പോ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്? അന്വേഷണം ഇതേക്കുറിച്ച് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റാഫുകൾ അതിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങുക. അന്വേഷണം നടക്കണം, അല്ലെങ്കിൽ അതിന് പ്രതിഷേധം ഉണ്ടാവും. അതിന് ഞങ്ങൾ അതിന് മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടി സ്റ്റാഫ്. ശരിക്കും അന്വേഷണം വേണം, അല്ലെങ്കിൽ ഇതിനൊരു പ്രതിഷേധം കൊടുത്തേ പറ്റൂ. കാരണം ഇവരുടെ അന്നമാണ്, ഇവരുടെ ജീവിതമാർഗമാണ് വഴി മുടങ്ങിയിരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് പുള്ളി എന്നിട്ട് പ്രോട്ടയാണ്, സംസാരശേഷി ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നാൽ ഒരു പുള്ളി അത്രയ്ക്കും കെയർ ചെയ്തുകൊണ്ടിരുന്ന ഇവരെല്ലാം സങ്കടത്തിലാണ്. മറ്റൊന്നുമില്ല നമുക്കും പറയാൻ. ഇത് ഒരാളിന്റെ അല്ല, ഒരു കുടുംബത്തിന്റെ അല്ല. ഈ കേരളം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. പുരുഷന്മാർ അരമൊഴിഞ്ഞ് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ. കാര്യമായ ഒരു അന്വേഷണം വരണം. ഇതിൽ തെറ്റുകാരെന്ന് കണ്ടുപിടിക്കണം. ഏറ്റവും കൂടുതൽ നാൾ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, നിങ്ങൾക്കാണല്ലോ ഇവരെക്കാളൊക്കെ കൂടുതൽ അറിയാവുന്ന അദ്ദേഹത്തെ കുറിച്ച്. അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയോ? ഇല്ല, കരുതിയില്ല. നല്ല ഒരു സ്മാർട്ടായ ഒരു യുവാവല്ലായിരുന്നോ? അപ്പൊ എന്തായാലും മനസ്സിലാക്കുന്ന അത്രയ്ക്ക് മരിച്ചുകൂട് ഒഴിഞ്ഞിട്ട ഒരു സാഹചര്യത്തിലേക്ക് പുള്ളിയെ തള്ളിവിട്ടത് എന്താണ്? തള്ളിവിട്ട് ഈ വിവാഹം കഴിഞ്ഞ ശേഷം ആള് ഡിപ്രഷൻ ആയില്ലേ? അതുപോലെ ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ആളെല്ലാം മൊത്തം കൊണ്ട് തകർന്നതാണ്. നിങ്ങളോട് എന്തെങ്കിലും സൂചന തന്നിട്ടുണ്ടോ ജീവിക്കാൻ? പ്രയാസത്തിലാണ് എന്ന് നമ്മളെ പറയുന്നുണ്ട്, നമുക്കറിയാലോ. ഞാൻ നോക്കുന്നു, 2 പേർക്ക് ജോലി കൊടുക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയാറുണ്ടോ? 21 പേർക്ക് ജോലി കൊടുത്തിരിക്കുന്നു അദ്ദേഹം, അല്ലേ? 25 പേരുണ്ട്. ബിഗ് സല്യൂട്ട് ആണ്, ബിഗ് സല്യൂട്ട്. എന്തോ ആയിക്കോട്ടെ. പിന്നെ ഇപ്പൊ അവിടെ ആരാ ഉള്ളത്? നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സംസാരിക്കാം. മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് എഴുതി വെച്ചു. അതുപോലെ കൊടുക്കാനുള്ളവരുടെ കണക്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. തയ്യാറാക്കിയ ഒരു വീഡിയോ ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ട്. അങ്ങനെ ജീവൻ ഒടുക്കിയത് എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ടാണ് എന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പരിചയക്കാരും നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ ജോലിക്കാരും ഒക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എങ്കിലും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നേരത്തെ ആ വാർത്തയിൽ കണ്ടതുപോലെ, പ്രൈം ചാനലിൽ പറഞ്ഞതുപോലെ, പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ അവനെക്കുറിച്ച് പിന്നെ വേവലാതിപ്പെടാൻ ആരുണ്ട്? നിയമമുണ്ടോ? അധികാരികളുണ്ടോ? പൊതുജനമുണ്ടോ? ആലോചിക്കേണ്ടതാണ്. ഇവിടെ ഈ പാവപ്പെട്ട സംരംഭകനെന്നല്ല, 21ഓളം തൊഴിലാളികൾക്ക് ദിനം അന്നമായി മാറുന്ന, അവരുടെ എല്ലാം ഒരു കൊച്ചു മുതലാളിയായി ജീവിച്ചൊരു മനുഷ്യൻ അവസാനം വലിയ കടക്കണിയിലായതും കുടുംബം ഉപേക്ഷിച്ച നിലയിൽ കഴിഞ്ഞ 3 മാസമായി ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്നതും പിന്നെ ഇങ്ങനെ ഒരു വിധി സ്വയം തിരഞ്ഞെടുത്തതുമായ ഒരു ദുരന്തത്തിൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. ഇത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ ആരിലും, എന്നിലും നിങ്ങളിലും ഒക്കെ. സമത്വസുന്ദരമായ ജീവിതത്തിൻ്റെ ഒരു തുടക്കമെന്നോണം കുടുംബം നന്നാവാൻ നമുക്കെല്ലാം ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.